ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ, ഒന്ന് സഹായിക്കുന്നേ. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു. അപ്പോൾ ആമീനെ കളിക്കാൻ വിളിക്കാനായിട്ടേ ഫ്രണ്ട്സൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കയറി നിന്നതാണ് കേട്ടോ. ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഹായ് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എനിക്കിന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. വേറൊന്നും അല്ല കേട്ടോ, ചിരവയാണേ. എനിക്ക് താഴെ ഇരുന്ന് ചിരണ്ടെന്ന് ചിരവയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ താഴെ ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മൾ ഈ തിരക്കിട്ട് ജോലികളൊക്കെ രാവിലെയൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് തേങ്ങ ചിരണ്ടാനായിട്ട് പിന്നെ ചിരവയെടുത്ത് അത് കഴുകി നിലത്തൊക്കെ വയ്ക്കുമ്പോഴേ ഇത്തിരി വെയിറ്റൊക്കെ ഉള്ള ചിരവയാണ്. ഈ നിലത്തിരുന്ന് ചിരണ്ടെന്ന് ചിരവ വെയിറ്റുള്ള ചിരവയാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ എന്താ പറയുക തറവാട്ട് വകയായിരുന്നു. അപ്പോൾ ഇത്തിരി കനമൊക്കെയുള്ള ചിരവയാണ്. അപ്പോൾ അത് എടുത്ത് പൊക്കി കഴുകി പിന്നെ ഇരുന്ന് ചിരണ്ടി എനിക്ക് പിന്നെ എഴുന്നേക്കാനും ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചിരവ ഓർഡർ ചെയ്യാമെന്ന്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. 350 രൂപയുള്ളൂ. അതിൽ കൂടുതൽ വിലയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി, ദൈവമേ ഇനി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമോ ആവോ എന്നൊക്കെ. പക്ഷേ സംഭവം കണ്ട പോലെ തന്നെ നല്ലതായിരുന്നു. അപ്പം എന്തായാലും എനിക്കിഷ്ടമായി. ചേട്ടൻ എന്നെ ആദ്യം കളിയാക്കിയിട്ട് എലിപ്പെട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാധനം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ലതാണെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ആളും തേങ്ങയൊക്കെ ചിരണ്ടി തരുമല്ലോ, പിന്നെ താഴെ ഇരിക്കണ്ടല്ലോ, നിന്ന് ചിരണ്ടാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിരവിയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് വേഗം ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്ന് വല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വല അഴിച്ച് വരുമ്പോൾ നമുക്ക് ഒത്തിരി ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആശ്വസിച്ചിരുന്നു ചായയൊക്കെ കുടിക്കാൻ. നാളെ സാറ്റർഡേ ആണല്ലോ, അപ്പോൾ ഇത്തിരി വൈകി പോയാൽ മതി. അപ്പോൾ ഇന്നത്തേക്കുള്ള ജോലികൾ ഇന്ന് ചെയ്താൽ മതി, നാളത്തേക്കുള്ള ജോലികൾ നാളെ രാവിലെ ചെയ്യാം. സാധാരണ 7 മണിക്ക് പോകേണ്ട കൊണ്ടിട്ട് ഞാൻ തലേദിവസം തന്നെ എല്ലാം ഒതുക്കിയൊക്കെ വെക്കും. പക്ഷേ ഇനി നാളെ സാറ്റർഡേ ആയതുകൊണ്ട് 9 മണിക്ക് പോയാൽ മതി. 9 to 2 ആണ് സാധാരണ ദിവസങ്ങളിൽ. സെക്കൻഡ് സാറ്റർഡേ അവധിയാണ്. പക്ഷേ നാളെ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടെന്ന് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു മെസ്സേജ് കണ്ടത്. നാളെ 9 to 5 ഒരു ട്രെയിനിങ് ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പം നാളത്തെ ദിവസം അങ്ങനെ പോവും. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചിക്കനും മീനും ചെമ്മീനും ഒക്കെയാണെന്ന് പരാതി. എന്നാൽ പിന്നെ ഞങ്ങൾക്കല്ല കേട്ടോ, വീഡിയോ ഒക്കെ കാണുന്നവരിടക്ക് വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇതൊക്കെ തന്നെയാണെന്ന്. എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് പച്ചക്കറിയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, ക്യാരറ്റും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഒരു പാവയ്ക്ക് തീയിലും ഉണ്ടാക്കാം, ക്യാരറ്റും ഉണ്ടാക്കാം. അപ്പോൾ ഇതേ നമ്മൾ വല കെട്ടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വല ക്കാനുള്ള തത്രപ്പാടാണ് കാണുന്നത്. വേറെ ഒന്നുമല്ല, കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. കാരണം ആ വല ഇട്ടിട്ടേ അതിൽ ജെല്ലി ഫിഷ് കയറിയിട്ട് അതിങ്ങ് പൊങ്ങിപ്പോരുന്നില്ല. അതിങ്ങനെ വലിച്ചു പൊക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല പണിയാണ്. അപ്പോൾ ഇനി പൊക്കാനൊക്കെ ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വല തുറന്നിട്ട് അതിൽ നിന്ന് അതൊക്കെ പിടിച്ച് കളയണം. കുറച്ച് ചെമ്മീനും ഇതൊക്കെ കളയേണ്ടി വരും. അപ്പോൾ എന്തായാലേ നല്ല കഷ്ടപ്പെട്ട പണിയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും അതിപ്പോൾ വരുമ്പോൾ നമ്മുടെ ഈ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനി ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ ഇരിക്കാൻ. കാരണം ഇത് ക്ലീൻ ചെയ്തിട്ട് മാർക്കറ്റിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഐസൊക്കെ ചെയ്ത് വെച്ചിട്ട് രാവിലെ മാർക്കറ്റിലൊക്കെ കൊണ്ട് കൊടുക്കണം. അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. നമ്മൾ കഴുകി പിന്നെ ഐസ് എടുക്കാൻ പോയി, പിന്നെ ഐസ് എടുത്തിട്ട് വന്നിട്ട് അത് പൊട്ടിച്ച്, നല്ല പാടാണ് ഈ ഐസ് വലിയ ബ്ലോക്കൊക്കെ പൊട്ടിക്കുന്നത്. അത് പൊട്ടിച്ച് പിന്നെ ഐസ് കുറച്ച് ചെമ്മിനിട്ട് ഒരു വലിയ ബോക്സിൽ കുറച്ച് ചെമ്മിനിട്ട് പിന്നെ ഒരു ലെയർ ഐസിട്ട് പിന്നെ കുറച്ച് ചെമ്മിനിട്ട്, എന്നിട്ട് ഇതൊന്നും പോലെ ഇതെല്ലാം ഇടയ്ക്കിപ്പുറക്കി വെച്ചിട്ട് രാവിലെ ഈ ഐസിൽ നിന്ന് നമ്മൾ കൈയിട്ട് വാരി ഓരോ പാത്രത്തിലേക്ക് ആക്കി രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് നല്ല ചടങ്ങാണ്. പക്ഷേ ഇപ്പോൾ ആ ജോലി നമുക്ക് ഇത്തിരി എളുപ്പമായിട്ടുണ്ട്. ഇത്തിരി എളുപ്പമായെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ അത്രയും പൈസയൊന്നും കിട്ടത്തില്ല, കുറച്ച് കുറയും. എന്നാലും അത്രയും കഷ്ടപ്പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ചെമ്മീൻ എടുക്കാൻ ആൾ വരും. അവർക്ക് നമ്മൾ അപ്പം തന്നെ കൊടുത്തു വിടും. രാത്രിയാണെങ്കിൽ രാത്രി അവർ വന്ന് എടുത്തോളും. എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ അവർ വന്ന് എടുക്കും. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തു വിടുന്നതുകൊണ്ട് അത്രയും ജോലിയില്ല. എന്നാലും ഇത് വൃത്തിയാക്കി എടുക്കുന്നത് ഇത്തിരി ജോലിയാണ്. വൃത്തിയാക്കി എടുത്തിട്ട് അത് കഴുകി കൊടുക്കണം. ശരിക്കും ഈ വലകെട്ടുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ
കൈയൊക്കെ അങ്ങ് ഈ ചെമ്മിൻ്റെ മുള്ളു കുത്തി കുത്തി ഒരു 2 ദിവസം തിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കൈയെല്ലാം പൊട്ടിത്തുടങ്ങും കേട്ടോ. വിരലിൻ്റെ അറ്റമൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വിരലിൻ്റെ അറ്റത്തുള്ള മാംസമൊന്നുമില്ലേ കുറച്ചൊന്നും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ചെമ്മീൻ കുത്തി 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 കുത്തിയില്ലേ, നമുക്ക് ചോറ് വാരി തിന്നാനും കൂടി പറ്റില്ല, അത്രയും നീറ്റലായിരിക്കും കൈയൊക്കെ. പിന്നെ നമുക്കിങ്ങനെ കിട്ടുമ്പോഴല്ലേ പണി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് അത് ചെയ്യുന്നതെന്ന് മാത്രം. കാരണം അവരത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് തിരിയാൻ പറ്റില്ലാതെയൊക്കെ ഇരുന്നാൽ അത് എന്താ പറയുക, ആ കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ തിരിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ കൊടുത്താലേ നമുക്ക് അതിനുള്ള പൈസയൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും അതിനായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ കാറ്റും മഴയാണെങ്കിൽ പറയണ്ട, ആ മഴയത്തും കാറ്റത്തൊക്കെ ഇരുന്ന് ഇതൊക്കെ വൃത്തിയാക്കണം. രാത്രിയെങ്കിൽ രാത്രി, ഇതിപ്പോൾ വെള്ളം മാറുന്നതനുസരിച്ചാണ്, നമ്മൾ തീരുമാനിക്കുന്ന സമയമല്ല. ഇപ്പോൾ രാത്രി 9 മണിക്കാണെങ്കിൽ വൈകി 10 ആവും, 11 ആവും, 12 ആവും, 1 ആവും. എൻ്റെ ദൈവമേ, 2 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന സംഭവമുണ്ട്. അപ്പോഴാണ് പെട്ടുപോകുന്നത്. കാരണം നമ്മളിപ്പോൾ വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഉറങ്ങി ഇങ്ങനെ വരുമ്പോഴേക്കും വിളിക്കും ബാലാഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചാടി എഴുന്നേറ്റ് പോയി ഇരുന്നിട്ട് പെറുക്കണ കാര്യമുണ്ടല്ലോ, നമുക്കിങ്ങനെ തിരിയാനൊക്കെ ഇരിക്കുമ്പോഴുണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തലകറക്കമൊക്കെ വരാൻ തുടങ്ങി ഈ വെളുപ്പിന് ഉറക്കമില്ലാതെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്, 12 മണിക്ക് ശേഷം വരുന്നത് അതങ്ങ് മൂടി അവിടെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് വൃത്തിയാക്കും. കാരണം അല്ലാതെ പറ്റില്ല, നമുക്ക് ഉറക്കം ശരിയായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് തലകറക്കമൊക്കെ വരുമല്ലോ. പിന്നെ കെട്ടുന്നവർക്ക് പിന്നെയെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല. ചേട്ടനൊക്കെ ആണെങ്കിൽ കെട്ടാൻ പോകേണ്ടത് ആ വെള്ളത്തിൻ്റെ ഏറ്റുറക്കം അനുസരിച്ച് തന്നെ എഴുന്നേൽക്കുകയൊക്കെ വേണം. എന്തായാലും അവർ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉറക്കവും പോകും. ഒരാൾ എഴുന്നേറ്റ് പോയി ലൈറ്റൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഉറക്കം പോകില്ല. പിന്നെ ഉറക്കം നമുക്കങ്ങനെ കിട്ടത്തില്ല. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയൊക്കെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി ഈ ജോലിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ തീയിലുണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടോ. തേങ്ങ വറുത്തരക്കുമ്പോഴേ, അപ്പോൾ നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോയതുകൊണ്ട് ഇത് പറയാൻ മറന്നുപോയി. തേങ്ങ വറുത്തരക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും. അപ്പം ചിലവരൊക്കെ അരയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ചേർക്കുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും പോവും, കാണാനുള്ള ഭംഗിയും പോവും. അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ, ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ വിഹ എന്നോട് പറയാൻ വന്നതാണ്. അവരുടെ അമ്മയുടെ വീട്ടിൽ പോകണമെങ്കിൽ അനിയത്തിയുടെ വീട്ടിൽ പോകണേണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം പോയിട്ട് ഇനിയിപ്പോൾ 2 ദിവസം അവധിയാണല്ലോ, ശനി ഞായറും ഒക്കെ. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോണ കാര്യം വേണ്ടി പറയാൻ വേണ്ടി കുഞ്ഞുങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുക്കളയിലിട്ടൊക്കെ നോക്കണത് എന്താണ് സംഭവം എന്നൊക്കെ. എല്ലാ ദിവസവും ഈ സമയത്ത് ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ 2 ദിവസം അവധിയാണല്ലോ, അപ്പോൾ അവർ പോയി നിന്നിട്ടൊക്കെ വരട്ടെ. അങ്ങനെ ഞാൻ വേഗം തീയലും ഉണ്ടാക്കി, ക്യാരറ്റും മെഴുക്ക് പുരട്ടി കഴിഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് പിന്നെ ഇത് നിറയുമല്ലോ, അക്ഷയപാത്രം നമ്മുടെ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകി ഒതുക്കിയിട്ട് ഇനി ഉണക്കമീനുണ്ട്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വറുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വേഗം പാത്രമൊക്കെ കഴുകി. എനിക്കിങ്ങനെ പാത്രം ഇങ്ങനെ നിറഞ്ഞിരുന്നാലേ പണി ഒട്ടും നീങ്ങൂലെന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണക്കമീൻ വറുക്കാനുള്ളതേ ഉള്ളൂ, അപ്പോൾ അത് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അപ്പോഴേ എന്നെ അമ്മ ഒന്ന് വിളിച്ചു, മോളെ ഇന്ന് വലാഴ്ച വന്നപ്പോൾ ഞണ്ടുണ്ട്, വേഗം വായോ എന്നും പറഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഞണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ രാത്രി തന്നെ വെച്ച് കൊടുക്കണം. നമുക്ക് അങ്ങനെയാണ്, ഇവിടെ രാത്രിയൊന്നും പകലൊന്നും ഇല്ല. മീനും ഇതൊക്കെ കിട്ടിയെന്നാലുണ്ടല്ലോ, വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വെക്കണം. പിന്നെ എനിക്ക് ക്ഷീണമെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറയും, എന്നാലും ഞാൻ പിന്നെ അവരുടെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ 2-3 ഞണ്ട് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ അതിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തപ്പി വന്നപ്പോൾ എനിക്ക് 1-2 ഞണ്ടും കൂടി കിട്ടി. അങ്ങനെ ഞാനിങ്ങനെ തപ്പി വന്നപ്പോഴേ സംഭവം അതിൽ വലിയ ഞണ്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ അതിലൊരു വലിയ ഞണ്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞത്. ദൈവമേ, ഞാൻ സാധാരണ ഈ മീനില്ലേ, നങ്കാണ് കേട്ടോ, നങ്ക നമുക്ക് കിട്ടൂലേ, മാന്തൽ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ചില സമയത്ത് അതൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. ഇപ്പം അത് ഒരെണ്ണമുള്ളൂ. ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മാന്തൽ, ഇലച്ചിൽ ഇതൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വള്ളവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു ഇതിലൊരു ഞണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഈ എന്താ പറയുക, കൈ കൊണ്ട്, ശരി ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഇതാക്കും, പക്ഷേ ഞണ്ടുണ്ടെങ്കിൽ ഞണ്ട് കടിക്കുമല്ലോ, അതാണ് ഇങ്ങനെ കൈ കൊണ്ട് തിരിയാതെ ഇത് വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇത് ഞണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം
ഒരു കറിക്കുള്ള ഞണ്ട് കിട്ടി കേട്ടോ എനിക്ക്, ഇങ്ങനെ തപ്പി തപ്പി വന്നപ്പോഴേക്കും. പിന്നെ അതിലേ ഒരു വലിയ ഞണ്ടുണ്ടായിരുന്നു. ദൈവമേ, കയ്യെങ്ങാനും ഇട്ടേച്ചെങ്കിൽ കടിച്ച് കൈവിരലെടുക്കും ഈ ഞണ്ട് കടിച്ച്, അത്രയും വലിയ ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ കറിക്കൊന്നും എടുക്കില്ല കേട്ടോ, നമ്മൾ കൊടുത്തു വിടും, നല്ല പൈസ കിട്ടും. എക്സ്പോർട്ടിങ് ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡൊക്കെ നോക്കിയിട്ടെ, എക്സ്പോർട്ടിങ് ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും. അപ്പോൾ അത് നാളെ മാർക്കറ്റിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ചെമ്മീനെടുക്കാൻ വരുന്നവർ അതെടുക്കത്തില്ല, അപ്പോൾ അത് നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇലച്ചിലെന്ന് പറഞ്ഞില്ലേ, നങ്കിനേലും വലുതാണിത്. ഇത് നങ്ക് പോലെ മാന്തൽ പോലെയല്ല, ഇതിൻ്റെ തൊലി പൊളിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ ഇലച്ചിലിൻ്റെ. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഇതുപോലെ വല കിട്ടിയപ്പോൾ ഇലച്ചിൽ തന്നെ കിട്ടി, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത്. വറുത്താലും അതെ, കറി വെച്ചാലും അതെ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊരു ഞണ്ടെന്നാൽ വേഗം കുറേ നാളുകൂടിയാണ് ഞണ്ട് കിട്ടണം. ഇത്രയും ദിവസമായിട്ട് ചെമ്മീൻ മാത്രമൊക്കെ അല്ലേ ഉണ്ടായുള്ളൂ. അപ്പം ഞണ്ട് കിട്ടിയപ്പം ഇപ്പം എന്താ പറയുക, കുറേ നാളായി, ഒരു 5-6 മാസമായി ഞണ്ടൊക്കെ കൂട്ടിയിട്ടാണ്. പിന്നെ വേഗം ഞണ്ടൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം തന്നെ ഞണ്ടല്ല, ദൈവമേ അത് കിടന്ന് പിടക്കുന്നുണ്ട്. ഞാനും അതും കൂടി ഒരു മൽപ്പെടുത്ത് വരുന്നുട്ടെ, കാരണം അത് ചത്തിട്ടില്ലല്ലോ. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ സിസേഴ്സ് വെച്ച് വേഗം വൃത്തിയാക്കിയൊക്കെ എടുത്തു. അപ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്നത് എന്താണെന്നറിയോ, ഒരു വലിയ ഞണ്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഞങ്ങളിവിടെ പൊന്നെന്ന് പറയും കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. വലിയ ഞണ്ടിൻ്റെ അകത്ത്, പെൺഞണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ കളി ഉണ്ടാവും, ഞണ്ടും കളി. അപ്പോൾ കൊഞ്ചിൻ്റെ കളി എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല ടേസ്റ്റാണത്. അപ്പം ഞാൻ വേഗം ഞണ്ടെടുത്തിട്ട് ഞണ്ടും പിന്നെ കുറച്ച് 2 പച്ചമുളകും സവാളയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് ഒന്ന് പറ്റിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ആ നേരത്തിന് നമുക്ക് ഉണക്കമീൻ ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഉണക്കമീൻ ഇടുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, ഈ ഉണക്കമീൻ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഗൗതം ഞണ്ടൊന്നും കൂട്ടില്ല. അപ്പോൾ അവന് പിന്നെ ഒരു സൈഡ് എന്തെങ്കിലും വേണ്ടേ പാവക്കത്തിയലിൻ്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ, അല്ലെങ്കിൽ ഞാൻ ഉണക്കമീൻ അങ്ങ് മാറ്റി വെച്ചേനെ. പക്ഷേ ഗൗതം ഇതൊന്നും കൂട്ടാത്തതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ വേഗം ഉണക്കമീനും കൂടി ശരിയാക്കി എടുക്കുകയാണ്. അപ്പം ഞണ്ടൊക്കെ നമ്മൾ വെച്ചത് വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. ചെറിയ ഉള്ളിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, ഇനി അധികം സവാളയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താലേ മധുരിപ്പായി പോവും. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണക്കമീനും ഞണ്ടും ഒക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാണ്, എന്നാലും ഇപ്പോൾ 1, 2, 3, 4 കറിയായിപ്പോയി. അങ്ങനെ പിന്നെ ഞണ്ട് കൂട്ടാത്തവർക്ക് വേറെ കറി ഉണ്ടായാലേ പറ്റൂ അല്ലേ. അപ്പോഴാണ് ഓർത്തത് നാളത്തേക്ക് നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ ഉണ്ടാക്കണം. അപ്പോൾ അരി വെള്ളത്തിലിടാമെന്ന് ഓർത്തിട്ട് ഞാൻ അപ്പത്തിന് അരി വെള്ളത്തിലിടുവാണ്. അപ്പോൾ അതിന് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാൻ എൻ്റെ പുതിയ ചിരവ് ഉദ്ഘാടനം ചെയ്തായിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ ചിരണ്ടാനായിട്ട്, നല്ല തേങ്ങയൊക്കെ പെട്ടെന്ന് ചിരണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ ആമിക്കുഞ്ഞ് വന്നു, അമ്മയെ എനിക്ക് ചോറ് താന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവൾക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെമ്മീനൊക്കെ പോയി വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ. അമ്മ അവിടെ ഇരുന്ന് തിരിയുന്നുണ്ട്, വല്യമ്മയുണ്ട്. അപ്പോൾ അതൊന്ന് പോയി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ.